Hello everyone, welcome back to my channel. അപ്പോൾ ഓണം സീരീസിലെ ഇന്നത്തെ വീഡിയോ അവിയൽ റെസിപ്പിയാണ്. നമ്മുടെ സദ്യയിൽ തന്നെ മെയിൻ ആയിട്ടായ അവിയൽ എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആ ഓൾ ബട്ടൺ ഞെക്കിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ചേനയാണ് എടുത്തേക്കണത്. ചേന ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചേനയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് മാറ്റിയൊക്കെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളകും കൂടി കീറി വെച്ചിട്ടുണ്ട്. അവിയലിന് എപ്പോഴും നമ്മൾ ഒട്ടുമിക്ക പച്ചക്കറികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇതേപോലെ എടുക്കാം. ആദ്യമേ ചേന തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ചേനയ്ക്കാണ് കുറച്ച് വേവ് കൂടുതൽ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് പതിയെ തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പച്ചക്കറികൾ കൂടി അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം ഇനി ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് വേവണം. നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയത്, 3 പച്ചമുളക് കീറിയത്, 1/4 ടീസ്പൂണിൽ താഴെ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 5-6 അല്ലി ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് പച്ചക്കറികളെല്ലാം ഒന്ന് വെന്തോന്ന് നോക്കാം. പകുതിയൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഉടഞ്ഞു പോകാതെ തന്നെ എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചേക്കണ തേങ്ങാപ്പീരെല്ലാം ഇനി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ യോജിപ്പിക്കണില്ല. ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. 5 മിനിറ്റ് ശേഷം ഇതെല്ലാം നല്ലോണം ഒന്ന് പതിയെ ഉടയാതെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിൽ കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഇതേപോലെ തന്നെ മൂടി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതാട്ടോ. 15 മിനിറ്റിന് ശേഷം ഈ അവിയൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ അവിയൽ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.